ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ വയനാട്ടിലെ ചെറിയ ചെറിയ ഏരിയയിലൂടെ ഒരു യാത്രയിലാണ്. അപ്പം അതെ, വയനാട്ടിലെ മണ്ണിലൂടെ വന്നു. അപ്പൊ അങ്ങനെ ചെറിയൊരു യാത്രയിലാണ്. അപ്പോൾ അവിടുന്ന് കാണുന്ന അനുഭവങ്ങളും ചില സ്ഥലങ്ങളിൽ കിട്ടുന്ന ചെറിയ ചെറിയ വീഡിയോസൊക്കെ അപ്പോൾ ലേറ്റ് ആയിട്ട് പ്രത്യേകിച്ച് ഡെസ്റ്റിനേഷൻ ഒന്നും ഇല്ല, അങ്ങനത്തെ ഒരു യാത്രയാണ്. ഇന്നലെ അങ്ങനെ ഇറങ്ങി നല്ല രാത്രി ഒരു ഒറ്റ മൈൻഡിൽ ഒറ്റ വൈബ് അടിച്ചിറങ്ങിയാണ്. അങ്ങനെ പോകുന്നുണ്ട്. ടീമൊക്കെ ഉണ്ട്, ഷഫീഖ്, സാലിമ്, നമ്മുടെ യൂനസ്, റാഷിദ്, ചിന്ന്, സെറ്റ് ഈ മൊത്തം സെറ്റ്. അമ്പോ ിന്റെ അതിസാഹസികമായിട്ടുള്ള ട്ടോ. കറക്കാൻ പറ്റിയ വേറെ വിഷയം ഡ്രൈവർ യൂനസ്. ഏത് മണ്ണ് കൂടി പോകും. അതാണ് കല്ല് മുള്ള പുതിയ. അതെ, ഞങ്ങളൊരു യാത്രയിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ യൂണിറ്റ് ഡ്രൈവർ ആണെങ്കിൽ നമ്മള് ബാക്കില് ഉറങ്ങിയാലോ എന്താ പറയാ, ഉറങ്ങിയാലൊന്നും പ്രശ്നമില്ല. സേഫ് ആയിട്ട് ആരുടെ കയ്യിലാണ് അവന്റെ കയ്യിലാണ് വളയം. അതാണ് പിന്നെ താറ് നമ്മളെ ഈ ട്രിപ്പുകളിലൊക്കെ പോയുമ്പോ ഏറ്റവും മനോഹരമായ അനുഭവങ്ങൾ നമുക്ക് തരുന്നത്, വളരെ നല്ല അനുഭവങ്ങൾ തരുന്ന ഒരു വ്യത്യസ്ത മനുഷ്യരാണ് ആശാൻ. സംഭവത്തിൽ ഞാൻ ആശാനക്കാണ്, പക്ഷെ പ്രായം കൊണ്ട് ഞാൻ മുട്ടത് ഓണ തൊട്ടുള്ള ചെറിയൊരു വിഷയം. ഏതാ വൈകി ഏതാ മാനോ ജൂണില് ഇത് എന്താ വെച്ചാല് മഴക്കാലത്ത് വന്നു കഴിഞ്ഞാല് ഭയങ്കര രസകരമാണ്. ഉണങ്ങി പക്ഷെ അല്ലേ, പച്ചപ്പുണ്ട്. ഇതിന്റെ കൂടെ ഈ മഴക്കാലത്ത് ഇങ്ങനെ എന്താ പറയാ, ചെറിയൊരു മഴ, അതിന്റെ കൂടെ അവനെ ഇങ്ങനെ എന്താ പറയാ വണ്ടി ഓടിച്ച് ഇങ്ങനെ പോകുമ്പോ ഏത് മൂട് രക്ഷയില്ല. അമ്മാതിരി ഏരിയ. ചൂടുകാലായോണ്ട് പൊത്ത് കടുവ, പുലിസ് ആക്ക് ഉള്ളിൽ ഒരു 5 കിലോമീറ്റർ ഉള്ളിൽ നല്ല കിട്ടും. ഇത് അങ്ങനെ നമ്മള് നാഗർഹോളിൽ എത്തിയേക്കാണ്. ആ പച്ചപ്പ് നോക്കി അടിപൊളിയായിട്ട്. എന്താ സാധനം ഇവിടുത്തെ പ്രത്യേകത എന്താ? ഈ ഫോറസ്റ്റ് ഫുള്ള് കാടാണ്. ഫോറസ്റ്റിന്റെ കാടല്ലാതെ അതല്ല, ഇവിടേക്കാണ് ഈ കടലൊക്കെ വെള്ളം കുടിക്കാറ്. ഇതേപോലത്തെ ഇതിക്ക് ഒരു പച്ചപ്പില്ല സംഭവം അടിപൊളി ഏരിയ. നീ 50 ആക്കാൻ പറ്റുമോ? 50 നെല്ലുണ്ടാക്കാമല്ലോ. അല്ല, ഈ 50 അവിടെ ചാടാൻ മതി. അതായത് വണ്ടിന്റെ സ്പീഡ് നമ്മൾ കൺട്രോൾ ചെയ്യാം. ഈ വെയിലത്തൊന്നും ഒരു പുലി ഇറങ്ങൂല. ബുദ്ധിന്റെ ഒരു പുലി ഈ വെയിലത്ത് പുലിയൊക്കെ വില ഉത്തരക്കും. അതൊക്കെ ഏതൊക്കെ തലത്ത് വെത്തിലോട്ട് ഇട്ടാന്നല്ലാതെ അടിപൊളി തേക്കോളാട്ടോ. എന്താ ഈ തേക്കും നമ്മൾ നെൽപ്പുറത്ത് തേക്ക് വെച്ച് നോക്കുമ്പോൾ പറയാനുള്ളത്, ഈ തേക്ക് പറഞ്ഞാല് ഈ പൊളിത്തേ നമ്മൾ നെൽപ്പുറത്തോ നിലമ്പൂരത്തെ കുഴപ്പമില്ല, പക്ഷെ ഇതിന് കുറച്ച് ഇവിടുത്തെ കാതിൽ കൂടുതൽ ഇവിടുത്തെ ആ തേക്കൊക്കെ പോടെ പിന്നെ തേക്കിനെ കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ സാലിമായി ബന്ധപ്പെട്ടാൽ മതി. ഓക്കെ, കാതലുള്ളതും കാതല്ലാത്തതും ഒക്കെ കമ്മി കൊടുക്കലേ. അതിഗംഭീരായിട്ടുള്ള ഏരിയ, ഒരു രക്ഷയില്ല. ഏതാ ത്രില്ല് ഈ ഫോറസ്റ്റിന്റെ ഇടയിൽ കൂടെ. ഓമ്പോ വൈബ്. അത് നമ്മള് അങ്ങനെ സോളയാർ ഡാമിലേക്കാണ് പോകുന്നത്. ആ ഒരു ഏരിയയിലാണ് സോളയാർ ഡാം ഉള്ളത്. അപ്പൊ ഈ സോളയാർ ഡാമിനെ കുറിച്ച് നമുക്ക് സാലിനോട് ചോദിക്കാം, എന്താണ് സോളയാർ ഡാം എന്നത്. സാലിമേ, ഈ സോളയാർ ഡാം എന്താന്ന് പറഞ്ഞു? സോളയാർ ഡാം എന്ന് പറഞ്ഞാല് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡാമാണ്. നമ്മുടെ കേരള, തമിഴ്നാട്, കർണാടക സ്റ്റേറ്റ് അടിപൊളി ഡാമാണ്. വളരെ നല്ല കുഴപ്പമില്ലാത്ത വെള്ളമുണ്ട്, മീനുണ്ട്. വൈകുന്നേരം സമയം ഫുള്ളാണ്. ഉച്ച സമയത്ത് ഒരു 10 രൂപ ആൾക്കാരെ കണ്ടോ. ഏതാ വൈകി രക്ഷയില്ല.
സോള ഡാമിലേക്ക്. ഓ മാൻ, സോളയാർ ഡാം കുഴപ്പമില്ല, അടിപൊളി ചെയ്യുക. ബ്രിട്ടി നൈസ് ഏരിയ. അങ്ങനെ സോള ഡാമിൽ എത്തിയിരിക്കുകയാണ്. ഈ വണ്ടി ഇവിടെ ലാൻഡ് ചെയ്ത് സഞ്ചാരികൾ കുറച്ചൊക്കെ ഉണ്ട് ഇവിടെ, കുഴപ്പമില്ല. വൈകുന്നേരങ്ങളിലൊക്കെ അടിപൊളിയായിട്ട് ആൾക്കാർ നല്ലൊരു എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു ഏരിയ ആണിത്. വൈകുന്നേരങ്ങളിലൊക്കെ ആൾക്കാർ ഇഷ്ടം പോലെ ഇവിടെ വരും. എന്താ കേറിലൂടെ എന്നാ പോവാ. അത് സാഹസികമായിട്ടുള്ളൊരു യാത്ര. കുറച്ച് ഡ്രൈവർ ആരാ? ഡെയിലും പോവും. ഡ്രൈവർ നോക്കി യൂനിസ് വളയം 10-28 കൊല്ലം വളയം പിടിച്ച കൈയാണ്. നമുക്ക് ചളികൾ കൊണ്ടുവന്നാലോ? തന്നെ കുതിര ഉണ്ട്, കുതിര ഫുള്ള് കുതിര പശു. ഇതേതാ കുതിര? ഏതിനാ കുതിര? അത് ഇത് ബ്രഹ്മാസി. ഇത് ഇതാണ് ബോംബെ. ഇത് നമ്മള് എന്താ പറയാ, ഇതിൽ കേറി പോകാൻ പറ്റുന്ന സൈസാ? ഇത് വേറെ ഏതാണ്? ഇത് പുല്ല് തിന്നാ പെരെ പോവാ. അല്ലേ സാലിം പറഞ്ഞ വെച്ചാല് ഈ കുതിര പുല്ല് തിന്നാ പെരെ പോവാ, അല്ലാതെ ഇത് പുറത്ത് സവാരി എടുത്ത് നടക്കൂല. കുതിരയെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിലും സാലിയുമായിട്ട് ബന്ധപ്പെടില്ല. സാലിമേ പറഞ്ഞോക്കെ കുതിരയെ കുറിച്ച്. അപ്പൊ നമ്മളെ പുലി ഇറക്കാൻ പോവാണ്. ഇത് കത്തും ഇല്ലേ? കത്തിച്ചു അല്ലേ? പറഞ്ഞെടുത്താ ഇത് കത്തും ഇല്ലെങ്കിൽ അടിപൊളിക്ക് കത്തിച്ചു. ആന്നെ നമ്മളെ പുലി ഇറങ്ങി വരികയാണ്. എന്താ എക്സ്പീരിയൻസ്? അടിപൊളിയാ? അടിപൊളി. നമ്മളൊരു സൈഡിലേക്ക് ഒരു ഭാഗത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്തിപ്പെടാൻ പറ്റാത്ത ഏരിയ കൂടി നമ്മള് ചലഞ്ച് ചെയ്ത് മുന്നോട്ട് പോകും. വണ്ടിയാണെങ്കിലോ വേറെ എന്താണെങ്കിലും. ഇതാണ് തട്ടിയോ? ഏതാ വിഷ്വല്? എത്ര റിസ്ക് ഉള്ള അപകടകരമായ ഏരിയ ആണെങ്കിലും നമുക്ക് എന്താ പറയാ, ഫ്ലൈറ്റിലൊരു പൈലറ്റിനെ പോലെ നമ്മളെ സംരക്ഷിച്ച് നമ്മളെ വണ്ടി എടുത്തുപോയി സൈറ്റിൽ നമ്മൾ എത്തിക്കുന്ന ഒരേ ഒരു ഒറ്റ പേര് കയറി റോഡ് പറഞ്ഞിരിക്കുന്നു. റോഡ് തപ്പിയുള്ള പോക്കാതെ ഒരു അവസാനം ഉണ്ട് സാരിമേ. ലൂപ്പ് പെട്ട പോലെയൊക്കെ ഇത് പാകെ പെട്ടല്ലേ. നോക്കാം എവിടെ ഇതെന്ത് റോഡാണ്? ഇതിപ്പോ എന്താ വെച്ചാല് ഇതിപ്പോ ആകെ പെട്ടിട്ട് നമ്മുടെ സ്വന്തമായി അറിയണമെങ്കിൽ അതിന് പോകും. മുന്നിക്ക് നോക്കിയാ ഒരു അടയാളല്ലോ വണ്ടിക്ക്. ഞാൻ അങ്ങോട്ട് നോക്കിയാ അങ്ങോട്ട് നീ ബാക്ക് നോക്കിയാ ബാക്ക് ഒരു മരുഭൂമി പെട്ടൊരു അവസ്ഥയില്ലേ? സംഭവം നമ്മൾ റോഡില്ലാത്തൊരു പറമ്പ് എത്തിക്കാണ്. റോഡ് അന്വേഷിച്ച് നടന്നതാണ്, പക്ഷെ റോഡില്ല. റോഡ് നമ്മളെ ബോസ് ആരാണ്? മറ്റേ ഡയലോഗ് അതല്ല, ഞാൻ കുറച്ച് പറയാ. ഫ്ലൈറ്റില് പൈലറ്റിനെ പോലെ നമ്മളെ കപ്പിത്താൻ, നമ്മളെ വണ്ടിയുടെ കപ്പിത്താൻ. ഇതപ്പേ നാട്ടപ്പടിയാവില്ല. അതെ സാലിമേ, റോഡ് ഇപ്പൊ അവിടെ അവസാനിച്ചു. വേറെ ഇപ്പൊ ഞാൻ തിരിച്ചു പോയത് വന്ന വൈകാൻ പോയത് സാലിമല്ലേ? ഇത് വന്ന വൈക്കന്നെ പോണേ. അത് നമുക്ക് റിവേഴ്സ് ഒക്കെ ഓപ്ഷൻ ഇതാണ് വണ്ടി തിരിച്ചു കിട്ടിയാൽ നമ്മള് റിട്ടേൺ പോയി. അപ്പൊ നമ്മള് രണ്ട് ചെക്കന്മാര് നമ്മളിപ്പോ പോരി നമ്മളെ ഏരിയ ആണ് ഇത്. നമ്മള് തുറന്നു തരും. നീല ഗേറ്റ് ആണ് കാട്ടായി. നമ്മളെ നമുക്ക് ഓപ്പൺ ആയിട്ടില്ലേ നമ്മളെ ചെക്കന്മാരെ നമ്മൾ ഇനിയും കറങ്ങണേ. ഫുൾ സെറ്റ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു.
സീപ്പിന്റെ മറ്റേ ഗൂഗിൾ മാപ്പ് സീപ്പിന്റെ ചതിച്ചു അതന്നെ ഇല്ല പറയാലോ ആരും സീപ്പിന്റെ ഒപ്പം പോവാണെങ്കിൽ മാപ്പ് ഇടുകയാണെങ്കിൽ വണ്ടി അവിടെ ഞാൻ പറഞ്ഞ റൂട്ടിലാ പോണേ നമ്മൾ പോയോണ്ടിരിക്കണേ അല്ലെങ്കിൽ നമ്മൾ ഡ്രൈവർ വരട്ടെ അതെ ഡ്രൈവർ വരട്ടെ സീപ്പിനെ അത്ര അങ്ങോട്ട് ചോദിച്ചോടെ കുറെ മുന്നോട്ട് അങ്ങനെ ഗീർ ഫസ്റ്റ് ഗീറും സെക്കൻഡ് ഗീറും അതേമാതിരി കുറച്ചിട്ട് വലിച്ചിട്ട് മാറി ഏത് എനിക്ക് പറ്റിയില്ല വണ്ടിയാണ് നല്ലതല്ലോ ഗീർ കുറച്ചാൽ ഗീർ ബോക്സ് മാറ്റാൻ 6 വയസ്സിൽ കഴിച്ചിട്ടില്ല അങ്ങനെ പറയട്ടെ പരിഹാരത്തിന് മീനിൽ ചെലവാക്കി തുറക്കുന്ന മനസ്സിലാക്കും വണ്ടി എടുത്തോ രണ്ടാള് വണ്ടി കച്ചവടക്കാരാ വണ്ടി കുറിച്ച് ലോൺ അറേഞ്ച് ഗൾഫുകാരൻ നാട്ടിൽ വന്നാല് അവരെ ആ 60 ദിവസത്തിനൊക്കെ നാട്ടിൽ കുറഞ്ഞ ലീവ് ഉണ്ടാവും അവരെ അപ്പൊ 2 വർഷത്തിന് ശേഷം വരുമ്പോ അവർക്ക് സുഹൃത്തുക്കളെ കാണുക അവരെ കൂടെ എൻജോയ്മെന്റ് ചെയ്യാം ഭയങ്കര ആഗ്രഹം അത് കണ്ട നമ്മള് പ്രവാസത്തിൽ ലോകത്തിന് ലീവിന് വരുന്നത് പക്ഷെ ഇങ്ങനത്തെ ഓരോ കുത്തുവാക്കുകള് ഒരു ചായ വാങ്ങിയ എങ്ങനെ ഞാൻ വാങ്ങി തരാം ആഴ്ച ചായ എനിക്ക് എന്ത് പേരാ എന്റെ എന്താ ഗൾഫല്ലേ എന്താണ് അഭിപ്രായം ഇത് പറയും നല്ല അഭിപ്രായം ഞാൻ ഉണ്ണിപ്പല്ലോ രണ്ടാമത്തെ ഒന്നാം നമ്പർ അടിപൊളി പടയിൽ 1-ാം നമ്പർ ഒന്നാം നമ്പർ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ചങ്ങായിമാർക്ക് ചെറിയൊരു വൈബ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റേ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.